Hi dears, നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലേ? We discussed in previous classes what we discussed in previous classes? Yes, ജനപദ. ലേറ്റർ വേദിക് പീരിയഡില് ആര്യൻസിന്റെ ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ് ജനപദ. എന്താണ് ജനപദ? ഇങ്ങനെ ഈ ജനപദങ്ങള് മറ്റു ജനപദങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് captured other Janapadas into our own, and the captured Janapada is extended to Mahajanapada. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ ജനപദങ്ങൾ 16ഓളം മഹാജനപദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നമ്മള്. അങ്ങനെ ചെറിയ ചെറിയ ജനപദങ്ങൾ മറ്റുള്ള ജനപദങ്ങളെ യുദ്ധത്തിലൂടെയും മറ്റും ക്യാപ്ചർ ചെയ്തിട്ട് സ്വാധീനിച്ചിട്ട് തങ്ങളുടെ എന്തിലേക്കാക്കും ജനപദത്തേക്ക് ആക്കിയിട്ട് അത് വലിയ എന്താക്കും മഹാജനപദാക്കി മാറ്റും. അങ്ങനെയുള്ള വൺ അമംഗ് ദ മോസ്റ്റ് മഹാജനപദ വാസ് മഗധ. മഗധയായിരുന്നു. മഗധ എന്ന് പറഞ്ഞിട്ടുള്ള മഹാജനപദയായിരുന്നു 6th century BCE 6ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാജനപദങ്ങളിൽ ഒന്ന്. എന്താണ് മഗധ? ആ മഗധനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആ മഗധന്റെ കുറച്ച് ഫീച്ചറുകൾ അല്ലെങ്കിൽ ആ മഗധന്റെ മഹാജനപദ എന്ന് പറഞ്ഞ മഗധയിൽ എന്തൊക്കെ നടന്നിരുന്നു നമുക്കറിയണ്ടേ? അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു പ്രൊക്ലമേഷൻ നോക്കൂ. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിളംബരം. രാജാക്കന്മാര് അന്ന് വിളംബരം ചെയ്തിട്ടായിരുന്നു തന്റെ പ്രജകളെ, തന്റെ നാട്ടിലുള്ള ആളുകളെ ഓരോ കാര്യങ്ങൾ അറിയിച്ചിരുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു പ്രൊക്ലമേഷൻ നോക്കും. എന്താണ് ഈ പ്രൊക്ലമേഷനിൽ പറയുന്നത്? പ്രൊക്ലമേഷൻ ഡൺ ബൈ കിങ് ബിംബിസാര. ബിംബിസാര എന്ന് പറഞ്ഞിട്ടുള്ള റൂളറായ കിങ് ആയിട്ടുള്ള എംപറർ, രാജാവായ മഗധയിലെ എംപററായിട്ടുള്ള രാജാവായിട്ടുള്ള ആര്? ബിംബിസാര. ബിംബിസാര പുറത്തിറക്കിയിട്ടുള്ള വിളംബരം പ്രൊക്ലമേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. എന്താണ് അതിൽ പറയുന്നത്? ഇങ്ങനെയുള്ള കാറ്റിൽ വെൽത്തിനെ, കന്നുകാലികളെ എന്താക്കരുത്, കൊല്ലരുത്, ബലി നൽകരുത്. നമ്മൾ പറഞ്ഞു ആര്യൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമായിരുന്നു യാഗങ്ങള്, ഹോമങ്ങള് ഒക്കെ. ഹോമങ്ങള് യാഗങ്ങളൊക്കെ ആര്യൻസിന് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സില് ഇല്ലേ? അപ്പൊ എന്താണ് യാഗങ്ങൾക്കും ഹോമങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് കുറേ കാറ്റേഴ്സിനെ, കുറെ കന്നുകാലികളെ ബലി നൽകേണ്ടി വരും, അറക്കേണ്ടി വരും. സോ ബിംബിസാര സ്റ്റോപ്ഡ് this sacrifice of cattle wealth. ഇങ്ങനെ കന്നുകാലികളെ അറക്കാൻ പാടുള്ളതല്ല, ബലി കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? കൃഷിക്ക് വേണ്ടിയിട്ട് കന്നുകാലികളെ അത്യാവശ്യമാണ്. നമ്മളൊരു കൃഷി നടത്തണമെങ്കിൽ, പ്ലാവ് നടത്തണമെങ്കിൽ ആ കൃഷിയിൽ എന്താക്കും? ഉഴുതും, നിലം ഉഴുതും ഇല്ലേ? നിലം ഉഴുതണ്ടേ? ഇങ്ങനെ നിലം ഉഴുതണമെങ്കിൽ അന്ന് എന്തൊക്കെയായിരുന്നു? അന്ന് ട്രാക്ടർ ഉണ്ടാ? ഇല്ല. അന്ന് കന്നുകാലികളെ യൂസ് ചെയ്തിട്ടായിരുന്നു, കാറ്റിൽസിനെ യൂസ് ചെയ്തിട്ടായിരുന്നു ആ നിലൊക്കെ ഉഴുതിരുന്നത്. അപ്പൊ ഇങ്ങനെ കന്നുകാലികളെ കോടാനുകോട് കന്നുകാലികളെയാണ് കൊന്നെടുക്കുന്നത് യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഹോമങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നിർത്തലാക്കി ആര്? ബിംബിസാര. ഇത് അവരുടെ ഏറ്റവും വലിയ റീജിയന്റെ, ഏറ്റവും വലിയ മതത്തിന്റെ ഭാഗമായിരുന്നു യാഗങ്ങള്, ഹോമങ്ങള് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ 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 ചെറിയ 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 മാറ്റങ്ങൾ എവിടെ കണ്ടു തുടങ്ങി? മഹാജനപദങ്ങളിൽ കണ്ടു തുടങ്ങി. ഏത് കാലത്തിൽ? 6th century BCE. ഇതിവിടെ പറയാൻ പ്രത്യേക കാരണമുണ്ട്. എന്താണ്? During this period, Buddhism and Jainism evolved against the inequalities that existed in the society. Jainism, propagated by Vardhamana Mahavira, and Buddhism by Gautama Buddha gave emphasis to ahimsa. It was widespread animal sacrifices that prompted Buddha and Mahavira
to spread the doctrine of ahimsa. എന്താണ് പറയുന്നത്? ഈ കാലഘട്ടത്തിലാണ്, ഏത് കാലഘട്ടത്തിൽ? 6th century BCE തന്നെയാണ് ഗൗതമ ബുദ്ധന് ബുദ്ധമതവും, ഇന്ത്യയിലാണ് സ്ഥാപിക്കുന്നത്, ഗൗതമ ബുദ്ധന് ബുദ്ധമതവും വർദ്ധമാന മഹാവീരന് ഏത് മതം? ജൈന മതവും ഇവിടെ സ്ഥാപിക്കുന്നത്. ഗൗതമ ബുദ്ധ propagated Buddhism and Vardhamana Mahavira who propagated Jainism in 6th century BCE. 6ാം നൂറ്റാണ്ടിലാണ് ഈ രണ്ട് മതങ്ങളും വരുന്നത്. These both religions are against animal sacrifices and propagated ahimsa. ഈ രണ്ട് മതങ്ങളും 6ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളതാണ്. ഏത്? ബുദ്ധിസവും ജൈനിസവും. രണ്ട് മതങ്ങളും 6ാം നൂറ്റാണ്ടിലാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും ആനിമൽ സാക്രിഫൈസിന് എതിരായിരുന്നു, കന്നുകാലികളെ കൊല്ലുന്നതിന് എതിരായിരുന്നു. propagated അഹിംസ. ഈ രണ്ട് മതങ്ങളും അഹിംസ എന്നുള്ളത് കൂടുതൽ വളർത്തിയതാണ്. അഹിംസ, ഹിംസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊല എന്നാണ്. കൊല മീൻസ് ഒരു സംഭവത്തിന് നമ്മൾ കൊല്ലൽ, അതിന്റെ ജീവന് ഹാനികരം ചെയ്യുന്നത് കൊല്ലൽ, അതിന് എതിരാണ് അഹിംസ എന്ന് പറയുന്നത്. അതായത് കൊല്ലാതിരിക്കൽ. ഇങ്ങനെ കൊല്ലാതിരിക്കലിന്, വയലൻസിന് എതിരായിട്ട് രണ്ട് മതങ്ങൾ ഇന്ത്യയിൽ വരികയാണ് 6th century BCE-യിൽ. ഏതൊക്കെയാണത്? ബുദ്ധിസം ആൻഡ് ജൈനിസം. മനസ്സിലായോ? മാത്രല്ല ഈ രണ്ട് മതങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണതെന്ന് അറിയോ? ഋഗ്വേദിക്കിലും ലേറ്റർ വേദിക്കിലും നമുക്കറിയാം പ്രീസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മൺസിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് താഴെയുള്ളത്. അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നിന്നെടുക്കണം. ഇത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ചെയ്യണം, നമ്മള് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം, കൃഷി ചെയ്യുന്നു പറഞ്ഞാൽ കൃഷി ചെയ്യണം, ടാക്സ് അടക്കുന്നു പറഞ്ഞാൽ ടാക്സ് അടക്കണം. താഴെയുള്ളവര് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വർഗമായിരുന്നു ഏറ്റവും മുകളിൽ. അവരെ നമ്മളെല്ലാവരും അനുസരിച്ചിട്ട് നിൽക്കണം എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് ലേറ്റർ വേദിക് പീരിയഡിലെ ആര്യൻസിന്റെ പോളിസി എന്ന് പറയുന്നത്. ഈ രണ്ട് മതങ്ങളും ചാതുർവർണ്ണ സിസ്റ്റം, ഈ ചാതുർവർണ്ണ സിസ്റ്റം അതായത് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ 4 തട്ടുകളായിട്ട് മനുഷ്യരെ ഡിവൈഡ് ചെയ്തതിന്, വിഭജിച്ചതിന് എതിരായിരുന്നു രണ്ട് മതങ്ങൾ. അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവർക്കും പറഞ്ഞാൽ ബ്രാഹ്മിൻസിന് കേട്ടാ, താഴെ തട്ടിലുള്ള കോമൺ പീപ്പിൾസിന് എല്ലാവർക്കും ഈ മതത്തിന് നല്ല ഇഷ്ടമായി. കാരണം എന്താ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതമാണ് വരുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ മീൻസ് കോമൺ പീപ്പിൾ ആയിട്ടുള്ള ശൂദ്രാസിനെയും വൈശ്യാസിനെയും ഒക്കെ താഴെ തട്ടിലുള്ളവരവരല്ലേ, അവരിനെ അഗ്രികൾച്ചർ ചെയ്യുന്ന അടിമകളെ പോലെ പണിയെടുക്കുന്നവര്, അവരെ സപ്പോർട്ട് ചെയ്യാന് ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും they were embraced Buddhism and Jainism. അവരെല്ലാവരും ബുദ്ധിസത്തിലേക്കും ജൈന മതത്തിലേക്കും തിരിയാണ് ചെയ്തത്. ആരെല്ലാവരും? ഈ താഴെ തട്ടിലുള്ള ജനങ്ങളെല്ലാവരും. മനസ്സിലായോ? മാത്രല്ല ജൈനിസം ആയിക്കോട്ടെ ബുദ്ധിസം ആയിക്കോട്ടെ, ഇവർ രണ്ടു കൂട്ടരും കോമൺ പീപ്പിൾസ് ലാംഗ്വേജ്, സാധാരണ ജനങ്ങളുടെ ഭാഷയിലായിരുന്നു രണ്ടു കൂട്ടരും അവരുടെ ചിന്തകളെല്ലാം എഴുതി കുറിച്ചിട്ടത്. എന്നാലോ വേദിക് ടെക്സ്റ്റുകളൊക്കെ എന്തിലാണ് എഴുതിയിട്ടുള്ളത്? സാൻസ്കൃത ലാംഗ്വേജിലാണ്, സംസ്കൃത ലാംഗ്വേജിലാണ്. ഇതാർക്കും പറ്റൂല. ഇത് താഴെയുള്ളവർക്ക് തൊടാനോ അത് വായിക്കാനോ പറ്റില്ല, അത് അശുദ്ധമാവും. But Buddhism and Jainism, they propagated the common language. Vardhamana Mahavira who propagated Prakrit language, and Gautama Buddha, he embraced the language Pali. ബുദ്ധമതം അവരുടെ എല്ലാ എഴുത്തുകളും എഴുതിയിട്ടുള്ളത് പാലി ലാംഗ്വേജിലാണ്. എന്നാൽ
എന്നാൽ വർദ്ധമാന മഹാവീരൻ ജൈന മതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് എന്തിലാണ്? പ്രാകൃത ലാംഗ്വേജിലാണ്. ഈ പാലിയും പ്രാകൃതും രണ്ട് ലാംഗ്വേജും ആരുടെ ലാംഗ്വേജ് ആണ്? ആരുടെ ഭാഷയാണ്? താഴെ തട്ടിലുള്ള ശൂദ്രാസിന്റെയും വൈശ്യാസിന്റെയും ഒക്കെ ലാംഗ്വേജ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ബുദ്ധിസം, ജൈനിസം, they propagated common people's language. അതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിലേക്കും ജൈനിസത്തിലേക്കും എല്ലാവരും attracted, ആകർഷിച്ചു. മനസ്സിലായോ? ഇനി നോക്കൂ, ഈ ടേബിൾ നോക്കൂ. ഇവിടെ എന്താണ്? ജൈന മതത്തിന്റെ വർദ്ധമാന മഹാവീരൻ കൊണ്ടുവന്നിട്ടുള്ള ജൈന മതത്തിന്റെ പ്രിൻസിപ്പിൾസ്, തോട്ട്, ചിന്തകളാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ കുളത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഗൗതമ ബുദ്ധൻ കൊണ്ടുവന്നിട്ടുള്ള ചിന്തകള്. എന്തൊക്കെയാണ് ബുദ്ധമതത്തിന്റെ ചിന്തകള്, തോട്ടുകള്, പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് കോളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് വായിക്കാം. ജൈനമതത്തിൻ്റെ പ്രിൻസിപ്പിളാണ് റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത് ആൻഡ് റൈറ്റ് കോണ്ടക്റ്റ്. നല്ല നോളജ്, നല്ല അറിവ്, നല്ല വിശ്വാസം, അതുപോലെ തന്നെ റൈറ്റ് കോണ്ടാക്റ്റ്, നല്ല സ്വഭാവം. ഇതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ജൈനമത വിശ്വാസം. ബുദ്ധമതത്തിൻ്റെയോ? ദ വേൾഡ്ലി ലൈഫ് ഈസ് ഫുള്ളി സഫറിങ്. ഡിസയർ ഈസ് ദ സോൾ റീസൺ ഫോർ ദി അൺഹാപ്പിനെസ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ലോകത്ത് ഫുള്ളും എന്താണ്? സഫറിങ്സ് ആണ്, ദുരിതപൂർണമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതിന് കാരണം എന്താണ്? അൺഹാപ്പിനെസ്സിന് കാരണം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്, അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്, ഡിസയറാണ് എന്നാണ് ബുദ്ധമതം പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? വൺ ക്യാൻ വാർഡ് ഓഫ് സഫറിങ് ഇഫ് വൺ ഫ്രീ വൺ സെൽഫ് ഫ്രം ഡിസയേഴ്സ്. ഒരാൾക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ജീവിതം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹങ്ങളൊന്നും അധികം പാടില്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. അഡോപ്റ്റിംഗ് ദ 8 fold പാത്ത് ഫ്രീസ് വൺ ഫ്രം ഡിസയർ ആൻഡ് സഫറിങ്സ്. 8 പാതകളുണ്ട്. ബുദ്ധമതത്തിന് 8 പാതകളുണ്ട്. നമുക്ക് സഫറിങ്സ്, ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത് ഫോളോ ചെയ്താൽ ജീവിതത്തിൽ സഫറിങ്സ്, ദുരിതങ്ങൾ ഉണ്ടാവില്ല എന്ന്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിട്ടുള്ള ടേബിളാണ് കേട്ടോ. ജസ്റ്റ് വായിച്ചു പോയാൽ മതി.